തെറ്റുകൾ ചെറുതെന്നോ വലുതെന്നോ ഇല്ല. തെറ്റ് തന്നെയാണ്. ഈ ചെറിയ തെറ്റിൽ നിന്ന് നമ്മൾ ആരംഭിക്കും, പിന്നെ പതുക്കെ പതുക്കെ വലിയ തെറ്റിലേക്ക് പോകും. മുന്തിരിത്തോട്ടത്തിലെ കർഷകര് ചെറിയ തെറ്റിൽ നിന്ന് ആരംഭിച്ചത്. ആദ്യം വന്നവരെ പരിക്കേൽപ്പിച്ചു, ഉപദ്രവിച്ചു, ഓടിപ്പിച്ചു. പിന്നെ പതുക്കെ പതുക്കെ വലിയൊരു കൊലപാതകത്തിലേക്ക് കടന്നു വരികയാണ്. ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തെറ്റിനെ ഇങ്ങനെ സ്നേഹിച്ചു കൊടുക്കും. അതുകൊണ്ട് തെറ്റുകൾ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ താലോലിക്കാതിരിക്കുക. താലോലിച്ച് വലിയ വലിയ പാപങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നെന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധമായ കുമ്പസാരം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ ആദ്യമൊക്കെ 1 മാസം കൂടുമ്പോഴൊക്കെ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കുമ്പസാരിക്കും. പിന്നെ നീണ്ട് ഇതിനെ താലോലിച്ച് ഇങ്ങനെ കൊണ്ടുപോയി വർഷങ്ങളാകും. പിന്നെ കുമ്പസാരമില്ലെങ്കിലും കുഴപ്പമില്ലെന്ന ചിന്തകളാകും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പാപത്തിലേക്ക് ഇങ്ങനെ പോകും. പിശാച് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് തെറ്റിനെ ചെറുതെന്നോ വലുതെന്നോ നമുക്ക് ന്യായീകരിക്കാനില്ല. കുമ്പസാരക്കൂട്ടിൽ വരുമ്പോൾ തന്നെ പറയും, ചെറിയ കുറച്ച് പാപങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആരാ ചെറിയ പാപം വലിയ പാപം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? പാപിയാണെന്ന് മാത്രമേ പറയാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പാപിയാണ്. നമ്മളെല്ലാവരും പാപിയാണ്. ചുങ്കക്കാരൻ അതല്ലേ പ്രാർത്ഥിച്ചത്? ഞാൻ പാപിയാണ്. നമ്മളെല്ലാവരും പാപികളാണെന്ന് ഏറ്റുപറയാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് മുന്തിരിത്തോട്ടത്തിലെ ആ കർഷകരെ പോലെ ആക്രാന്തത്തിന്റെ ഒരു മനോഭാവം എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഞാൻ ആരുടെയെങ്കിലുമൊക്കെ ജീവിതം നശിപ്പിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടേതല്ലാത്ത തട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മളൊരു ആക്രാന്തമാണ്. ദൈവം നമുക്കൊക്കെ തന്നിട്ടുണ്ടെന്നേ, ഇഷ്ടം പോലെ. എന്നിട്ടും നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക, അവിടെയും കൂടി കിട്ടണം. ഈ ആക്രാന്ത വലിയൊരു തെറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോയത്. ഈ നോമ്പ് കാലഘട്ടത്തിൽ ചിന്തിക്കുക, തെറ്റുകൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ചെറുതാകും, അപ്പോൾ തന്നെ കുമ്പസാരിക്കുക, അതിനെ മാറ്റിവെക്കാതിരിക്കുക, കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കുക, ആരെയും ഉപദ്രവിക്കാതിരിക്കുക, പ്രാർത്ഥിക്കുക.